സ്വാമി എന്താ പ്രേമലേഖനം വല്ലതാണോ? വൃത്തിയുടെ പറയില്ലേ മാത്യു? അത് പോട്ടെ സ്വാമി കൈ കൊടു. എഴുന്ന കൈ എങ്ങനെ? കൈ കൊടു സ്വാമി. കലക്കി. എന്തോന്നാ? പഞ്ചാമൃതം. ഞാൻ അവിടെ ചെല്ലുമ്പം ആ പാവയൊരു പൂജ ചെയ്യുമായിരുന്നു. ഒരരന്നത്തെ പോലെ കുണുങ്ങി കുണുങ്ങി അവളെന്റെ മുമ്പിൽ വന്നു. ആര്? കമലു. ഞാൻ ആ പഞ്ചാമൃതം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. പഞ്ഞി പോലുള്ള അവളുടെ കരങ്ങൾ സ്പർശിച്ചപ്പോൾ എന്റെ സ്വാമി ഇത് കണ്ടോ? എന്തോന്നാ? രോമാഞ്ചം. എന്നിട്ട് ഞാൻ ആ കുങ്കുമക്കുറി അവളുടെ നെറ്റിയിലിട്ട് കൊടുത്തു. അവളുടെ മേലാകെ കുളിര് കോരിയതുപോലെ ഒറ്റ നിൽപ്പ. അയ്യോ മതി മതി, എനിക്കൊന്നും കേക്കണ്ട. ഗുരുവായൂരപ്പ കൃഷ്ണ സമസ്ത അപരാധം പൊറുക്കണേ. അല്ല സ്വാമി ഇനിയുണ്ട്. ആരാത്? വരൂ, എത്രേന്റെ പോളിസിയാ വേണ്ടത്? ഞാൻ രാമമൂർത്തി, അപ്പുറത്ത് ട്യൂട്ടോറിയല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. 5 ആണോ 10 ആണോ? ഞാൻ വന്നത് പോളിസി എടുക്കാനല്ല. പിന്നെ ക്ലാസ് എടുക്കാൻ വന്നതാ? അത് പിന്നെ സാർ തെറ്റിദ്ധരിക്കരുത്. ഹേയ് അതിനെന്താ? സാറ് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ? തെറ്റ് എന്റേതാണ്. സോറി. ഞാൻ സാറിന്റെ ഭാര്യയെ അകത്തിന് സംസാരിക്കാം. വാ. സാറിന് കുടിക്കാൻ എന്താ ചായയോ? എന്തായാലും വിരോധമില്ല. ചാരായം വേണം? വേണ്ടല്ലേ? എന്നൊരു കാര്യം ചെയ്യേ, ആ ചരട് പിടിച്ചൊന്ന് വലിച്ചേ. എന്തിനാ താത്തൽ? പുറത്തുള്ളവർ കാണില്ലേ? ഓ അത് ശരി. എന്നിട്ട് എന്റെ ഭാര്യയെ നോക്കൂ. ഒരു ഒരക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കാണാനില്ല. കമലു ഞാനൊരു പാവം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ കൊല്ലാനുണ്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. ഇതാണ് പിടിച്ചോ. புருஷன் புருஷன் எப்படி இருக்க? உன் புருஷன் எப்படி இருக்க? நல்லா இருக்கு. நல்லா இருக்குல்ல? ചുടുതണ്ണി വെച്ചോ. ചുടുതണ്ണി ഇനി ഒന്നും വേണോട്ടോടെ. ചുടുതണ്ണി ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ സമസ്ത അപരാധങ്ങളും പുറക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ. ദൈവൻ രാമമൂർത്തി, ഞങ്ങൾ ഒരുമിച്ചാ താമസം. ബാദിയാര പാരൽ കോളേജിൽ. നിന്നെ കൂട്ടാനാണെന്ന് പറഞ്ഞപ്പോ എവനൊരു മടി. ഏയ് മടിയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കുറെ നാളായിട്ടല്ലേ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുന്ന കരുതി. പറയാനുള്ളതൊക്കെ ഞങ്ങൾ പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാ. ആ എന്താ ശരിയല്ലേ? ആ വണ്ടി കയറി. മുമ്പിലോട്ട് കയറോ? സോറി, ഞാൻ വിചാരിച്ചു മുമ്പിലാണ് ഇരിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഞാനിവളെ അകത്ത് കൊണ്ടുവിട്ടിട്ട് വരാം. പഞ്ചാര അടിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാം. ഞാനിവിടെ നിന്നോളാം. ഓ ശരി ശരി. ഗുഡ് മോർണിംഗ്. ഇതാ അശ്വതി. ഇത് മിസ്സസ് പി കെ നായർ, ഇവിടുത്തെ വാർഡൻ. രവീന്ദ്രൻ എല്ലാം പറഞ്ഞിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങി തിരിച്ച അന്നേരം വണ്ടിക്ക് റിപ്പയറാ. നീ എപ്പോഴും പറയാറുള്ളത് ശരിയാ. അശ്വതിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എന്ത് നല്ല സ്വഭാവം ആ കുട്ടിക്ക്. എന്തായാലും അധികം വച്ച് താമസിയാതെ എത്രയും വേഗം നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. എടാ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നൊരു ചടങ്ങ്, അതെപ്പോ വേണേലും ആവാലോ. ഞാൻ പറഞ്ഞത് ആരെങ്കിലും കൊണ്ടുപോയി കളയുമോന്ന് കരുതിയിട്ടാ. അശ്വതി എന്നെ വിട്ടു പോവില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുട്ടിക്കാലം മുതലേ തുടങ്ങിയല്ലേ. എടാ എനിക്കൊരു ഐഡിയ. നമ്മുടെ മാത്യു നയനാൻ കോശിയെയും അശ്വതിയെയും തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചാലോ? നീ എന്തായി പറയുന്നേ? കൂട്ടിമുട്ടിക്കേ? ആ
അവൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഇന്ന് തിരിച്ചടി കിട്ടിയാലേ അവൻ നന്നാവും. അതിന് ഞാനിപ്പോ നോക്കിയിട്ട് പറ്റിയ ആള് അശ്വതി തന്നെ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അതും സ്വന്തം ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അശ്വതി എനിക്ക് നന്നായിട്ട് അറിയാം. അശ്വതി ഇതറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എടാ, അവൻ എത്ര തലകുത്തി നിന്നാലും അവളൊന്ന് തിരിഞ്ഞു നോക്കത്തോലുമില്ല. നമ്മുടെ മാത്യു നാനാൻ കോശിയുടെ മൊട്ടത്തലയിൽ ഒരു ലേശം കളവം പൂശിയാൽ എങ്ങനെ ഇരിക്കും? സംഗതി പരമ രഹസ്യമായിരിക്കണം. നമ്മൾ രണ്ടാളും പറഞ്ഞാൽ മതി. വണ്ടി കയറ്. ആ പിന്നെ പറഞ്ഞ പോലൊക്കെ ചെയ്തോണം. സംഭവം കൊളാക്കിയ ഞാൻ മുങ്ങും, നാട്ടുകാർ നിന്നെ കയറി മേയും. ആ ഇപ്പോഴത്തെ കാലത്ത് ഈ 100 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് സാറേ? മുട്ടായി വയ്ക്കാൻ തികയുമോ? ഓഹോ, എന്നാ പൊന്നു പണി നീ എന്നിട്ട് ഒരു വീക്കാൻ വെച്ച് തരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ ചെല്ലു. അയ്യോ എന്റെ കാല് പോയേ, എന്റെ കാലിന് നല്ല സുഖമില്ലേ. അയ്യോ എന്റെ ആറ്റുകാല അമ്മച്ചിയെ ഈ പക്കച്ചോട്ടന്റെ വണ്ടി കയറ്റി കൊന്ന്. അയ്യോ എന്റെ കാല് പോയി. എന്റെ ആറ്റുകാല അമ്മച്ചിയെ ഈ പെങ്കൊച്ചു വണ്ടി ഇടിച്ച് എന്റെ കാലൊടിച്ചു. അയ്യോ, ഞാൻ ഇടിച്ചതല്ല, ഇയാൾ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ. കൊച്ചെ, ആ പാവത്തിന് ഇടിച്ച് ഇട്ടതും പോരാ നിന്ന് വാചകം അടിക്കുന്നു. മര്യാദക്ക് അയാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്ക്. എന്താ പ്രശ്നം? എന്ത് പറ്റി? ഈ പെൺകുട്ടി ഈ പാവത്തിന്റെ ദേഹത്ത് വണ്ടി ഇടിച്ചു. അയാൾ ആശുപത്രിയിൽ നിന്ന് വന്ന വഴിയാ. ഞാൻ ഇടിച്ചതല്ല. എഴുന്നേക്കടാ. സാറിന് പിന്നെ അറിയാമോ? ഇത് ഇവന്റെ സ്ഥിരം പണിയല്ലേ. കഴിഞ്ഞ ആഴ്ച കളക്ടറിന്റെ മുമ്പിൽ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടി. അടിക്കണം, കെട്ടടിക്കണം. മേലാലി പ്രദേശത്തെ കണം കണ്ടുപോയാൽ ഓടറാ. എല്ലാരും ഒന്ന് പിരിഞ്ഞു പോയെ. ഇതിവന്റെ സ്ഥിരം പണിയല്ലേ. മനുഷ്യൻ ഇങ്ങനെ മതപ്പറിച്ചാലും. എക്സ്ക്യൂസ് മീ. താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ അമ്മേ, വെറുതെ അല്ല പണ്ട് ആരണ്ടൊക്കെയാ പറഞ്ഞിട്ടുള്ളത്. കന്നിനെ കയവും കാണിക്കരുത്, പെണ്ണിന് സ്വർണവും. സോപ്പ്, ചീപ്പ്, കണ്ണാടി, കരിമഷി, കരിവള, പൊട്ട്, കുന്തം, കൊടച്ചക്രം. ഇനി അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ, രവിയേട്ടനല്ലേ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ ചോദിച്ചേ. അത് ഞാനൊരു ജാടയ്ക്ക് ചോദിച്ചല്ലേ. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോ നീ എന്താ പറയേണ്ടത്? അയ്യോ വേണ്ട എന്നൊക്കെയല്ലേ. അതല്ലേ എന്റെ ഒരു ഭംഗി, ഒരു മര്യാദ. എന്നാ എനിക്കൊന്നും വേണ്ട. വേണ്ടേ? വേണ്ട. എന്നാലേ വേണം. കാരണം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിത്തിരി സ്റ്റൈലിലൊക്കെ നടന്നില്ലെങ്കിലേ അതിന്റെ കുറച്ചില്ല എനിക്കാ. കേരളി പുഴുപ്പല്ലി. ദേ രവിയേട്ടാ. ഇന്ന് കമലുവിന്റെ ഹൃദയമിടിപ്പുകൾ എന്റെ കാലൊച്ചകളാണ്. ഇന്നവൾ കാത്തിരിക്കുന്നത് എന്റെ സ്വരം കേൾക്കാനും നിഴൽ കാണാനുമാണ്. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. അയ്യോ കൃഷ്ണ, ഗുരുവായൂരപ്പ പൊറുക്കണേ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടല്ല ഭഗവാനെ. എന്താ സ്വാമി, കേൾക്കാൻ നല്ല രസം തോന്നുന്നുണ്ടല്ലേ? എന്റെ മാത്യു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഞാൻ ബെറ്റിനില്ലെന്ന്. ഇനി ഒന്നും വേണ്ട. ആ കുടുംബം തകർക്കരുത്. എന്നെ എങ്ങനെയെങ്കിലും ആ ബെറ്റിൽ നിന്ന് ഒഴിവാക്കി തരൂ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് അവസാനം കൊടവിട്ടുടയ്ക്കുന്ന ഏർപ്പാട്. കാടാ ഒന്ന് നിർത്ത്. നീ എന്തിനാ പാവത്തിന് വെറുതെ ഇട്ട് പറഞ്ഞു കളിപ്പിക്കുന്നത്? ഞാൻ കളിപ്പിക്കുന്നതല്ല, സ്വാമി കളിക്കുന്നല്ലേ. എന്നാലേ നീ വേറൊരു കളിക്ക് തയ്യാറായിക്കോ. എന്തോന്ന് കളി? നിന്നെ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ കണ്ടുപിടിച്ച പെണ്ണിന്റെ കാര്യത്തിൽ നീ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം എക്സ്റ്റൻഷൻ എടുത്തോ. എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട, നീ ആളെ കാണിച്ചാ. അവൾ ഇനി ഏത് ഭൂലോക സുന്ദരിയാണെങ്കിലും മാത്യു കഴിഞ്ഞൊടിച്ചാ മതി, പിന്നാലെ വരും. എങ്കിലേ മോൻ കാലത്തെ റെഡി ആയിക്കോ. ഞാൻ എപ്പോഴേ റെഡി. എന്താ സ്വാമി? അയ്യോ കൃഷ്ണ വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. എന്താണ് വണ്ടി നിർത്തിയത്? പെണ്ണ് കാണാൻ. ദേ ആ പെൺകുട്ടിയെ കണ്ടോ? നീല സാരിയും റോസ് ബ്ലൗസ് ഇട്ട പെൺകുട്ടി. ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം. പേര് അശ്വതി നായർ, ക്ലാർക്കാണ് ട്രഷറിയിൽ. ഞാൻ ഒറ്റടി. സ്വാമി,
ആ ഈയൊരു ഇറങ്ങട്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ വേണ്ട, ഒരു ജീവിതം തകർക്കരുത്. സ്വാമി ഒരുമാതിരി ത്രില്ലിംഗ് മൊമെന്റിൽ ഇടങ്ങാറ് പറയരുത്. ഇന്ന് അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറയിപ്പിക്കും. അത് കഴിഞ്ഞാൽ കമലു കട്ട്. പോട്ടെ. എന്റെ ദേവി. സാറ് വിളിച്ചോ? ഇല്ല, ഞാൻ മൂകാംബിക ദേവിയാണ് വിളിച്ചത്. അയ്യോ, ഇവിടെ ആരും ഇല്ലേ? വന്നിട്ടേ. മുരുകാ, யாரு? പഴനി ആണ്ടവനേ, രക്ഷിക്കണേ മുരുകാ. அத்தா இங்க இல்ல. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അല്ലേ വേണ്ട, ശരിയാവില്ല. എന്താണെങ്കിലും പറയൂ ബാലസുബ്രഹ്മണ്യം. അത് അല്ല, അത് ശരിയല്ല. എന്താണെങ്കിലും പറഞ്ഞോളൂ. പറയട്ടെ. ഉം. കമലുവിനോട് എനിക്ക് പറയാനുള്ളത് അതെങ്ങനെ പറയണം, ഏത് രീതി പറയണം എന്നെനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ട് ഒരു പെണ്ണോട് സംസാരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണേ. ദാ എല്ലാം ഈ കാസറ്റിലുണ്ട്. തനിച്ചിരിക്കുമ്പോൾ ഒന്ന് കേട്ടു നോക്കൂ. എല്ലാം ശ്രദ്ധിച്ചു കേട്ടിട്ട് കമലു വളരെ ആലോചിച്ച ഒരു തീരുമാനം എടുക്കാവൂ. വരട്ടെ. ശരി. പഴനി ആണ്ടവാ കാപ്പാത്തുങ്കോ. പ്രിയപ്പെട്ട കമലു, ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ തെറ്റ് ചെയ്യാതിരിക്കാൻ എനിക്കാവുന്നില്ല. പലപ്പോഴും നേരിട്ട് പറയണമെന്ന് കരുതിയാണ്, പക്ഷേ കഴിയുന്നില്ല. കമലു, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാണ് ഞാൻ. പക്ഷെ കമലുവിനെ കണ്ടപ്പോൾ എന്തോ ഒരിഷ്ടം. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന എൻ്റെ ഭാവി വധുവിൻ്റെ അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, അതേ ഭാവം, എല്ലാം എല്ലാം ഞാൻ കമലുവിൽ കണ്ടെത്തി. കമലുവിനെ സ്വന്തമാക്കണമെന്ന മോഹം അതെനിക്ക് അടക്കാനാവുന്നില്ല. കമലു, എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയുമോ? കമലു സമ്മതിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന് കരുതും. മറിച്ചാണെങ്കിൽ കമലുവിനെ കുറിച്ചുള്ള കുറെ മധുര സ്മരണകളും താലോലിച്ച് ഞാൻ കഴിഞ്ഞോളാം. പറയൂ. എനിക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതം. ഞാനും ഇത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ബാലസുബ്രഹ്മണ്യത്തിന് എനിക്കിഷ്ടമായി. ആ ചിരി, ആ പെരുമാറ്റം, എല്ലാം നോക്കി നോക്കി കണ്ണു കഴിക്കുമ്പോൾ ആ സ്വരം ഞാൻ കേൾക്കും, ആ കള്ളച്ചിരി ഞാൻ കാണും. എങ്ങോട്ട് തിരിഞ്ഞാലും ആ മുഖം, ഉറങ്ങാൻ കിടന്നാൽ ആ ഓർമ്മ. ഇനി വയ്യ ബാലു, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, ദൂരെ ദൂരെ എവിടെയെങ്കിലും. ഞാനും ബാലുവും നമ്മുടെ മക്കളും മാത്രം. പറയൂ ബാലു, എന്താണെന്നും മിണ്ടാത്തത്? എന്നും എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. ഇതേതോ ഒരു ബാലസുബ്രഹ്മണ്യത്തിനുള്ളതല്ലേ? എടാ, ഞാൻ ബാലസുബ്രഹ്മണ്യമായിട്ട് അഭിനയിച്ചാണ് ഇത്ര ഒപ്പിച്ചെടുത്തത്. ഞാൻ വിശ്വസിക്കില്ല. ഇവൻ വല്ല നാടുകാരികൾക്കും കാശ് കൊടുത്ത് പറയിപ്പിച്ചാണെങ്കിലോ? നേരിട്ട് പറയിപ്പിക്കണം. അയ്യോ വേണ്ട, എനിക്ക് വിശ്വാസമാണ്. സ്വാമിക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മൾ തമ്മിലുള്ള ഏർപ്പാടില് ഈ ടേപ്പ് റെക്കോർഡർ എഴുത്തൊന്നും ശരിയാവില്ല. നേരിട്ട് തെളിയിക്കണം. അത് ശരിയാ, ഇവൻ ചിലപ്പോ കള്ളെഴുത്ത് എഴുതി കളയും. അതെ അതെ. പിന്നെ എന്റെ കാര്യത്തിലൊന്നും പറ്റില്ല കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിലും വിശ്വസനീയമായ രീതിയിൽ കാണിച്ചു തരാം. പോരെ? അപ്പൊ സ്വാമിക്ക് തൃപ്തിയായല്ലോ. വേണമെങ്കിൽ ഇനിയും അയ്യോ തെളിവ്. മതിയേ.